PSC വിറ്റ്സോണിൻ്റെ പുതിയൊരു ആനുകാലിക ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 2025 പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് നോക്കുന്നത്. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട കായിക താരം മനു ഭാക്കർ. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട കായിക താരം മനു ഭാക്കർ. വധ്വാൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. വധ്വാൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏത് വിമാനത്താവളത്തിന് നൽകിയ പുതിയ പേരാണ് ജഗദ്ഗുരു സത് തുക്കറാം മഹാരാജ് എയർപോർട്ട്? പൂനെ വിമാനത്താവളം. ഇന്ത്യയിലെ ഏത് വിമാനത്താവളത്തിന് നൽകിയ പുതിയ പേരാണ് ജഗദ്ഗുരു സത് തുക്കറാം മഹാരാജ് എയർപോർട്ട്? പൂനെ വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏത്? അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏത്? അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയതിൻ്റെ സ്മരണാർത്ഥം സെപ്റ്റംബർ 17 പ്രജാപാലന ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം ഏത്? തെലങ്കാന. ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയതിൻ്റെ സ്മരണാർത്ഥമായി സെപ്റ്റംബർ 17 പ്രജാപാലന ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം തെലങ്കാന. പെൻഷൻകാരെയും വയോധികരെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കാനായി പ്രോജക്റ്റ് നമൻ ആരംഭിച്ച സേനാ വിഭാഗം? കരസേന. പെൻഷൻകാരെയും വയോധികരെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കാനായി പ്രോജക്റ്റ് നമൻ ആരംഭിച്ച സേനാ വിഭാഗം കരസേന. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുഖനിയായ അറ്റക്കാമ സാൾട്ട് ഫ്ലാറ്റ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചിലി. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുഖനിയായ അറ്റക്കാമ സാൾട്ട് ഫ്ലാറ്റ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചിലി. ഏത് രാജ്യവുമായാണ് ഇന്ത്യ ഗ്രീൻ അമോണിയ എക്സ്പോർട്ട് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടത്? ജപ്പാൻ. ഏത് രാജ്യവുമായാണ് ഇന്ത്യ ഗ്രീൻ അമോണിയ എക്സ്പോർട്ട് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടത്? ജപ്പാൻ. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഉച്ചകോടിയാണ് ഇൻഡസ് എക്സ് ഉച്ചകോടി? ഇന്ത്യ അമേരിക്ക. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഉച്ചകോടിയാണ് ഇൻഡസ് എക്സ് ഉച്ചകോടി? ഇന്ത്യ അമേരിക്ക. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ദൗത്യം? മിഷൻ ശക്തി. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ദൗത്യം മിഷൻ ശക്തി. നാരി ശക്തി വന്ദൻ അധിനിയത്തിലൂടെ ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്ക് സംവരണം ചെയ്തത്? 33%. നാരി ശക്തി വന്ദൻ അധിനിയത്തിലൂടെ ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത്? 33%. നമോ ഡ്രോൺ ദീദി യോജന നടപ്പിലാക്കുന്നത് ഏത് മേഖലയിലാണ്? കൃഷി. നമോ ഡ്രോൺ ദീദി യോജന നടപ്പിലാക്കുന്നത് ഏത് മേഖലയിലാണ്? കൃഷി. ഇന്ത്യയിലെ ആദ്യത്തെ മേക്ക് ഇൻ ഇന്ത്യ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് കാണ്ടല തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ മേക്കിംഗ് ഇൻ ഇന്ത്യ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് കാണ്ടല തുറമുഖം. നാഷണൽ ഹാൻഡ്ലൂം ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 7. നാഷണൽ ഹാൻഡ്ലൂം ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 7. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം എവിടെയാണ്? ഡൽഹി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം എവിടെയാണ്? ഡൽഹി.